ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റുങ്കര റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ട് ഉള്ള നല്ലൊരു വീട് കാണിക്കാൻ വേണ്ടിയിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. നല്ല അടിപൊളി വീടാണ്. 1100 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത് കേട്ടോ. ഏകദേശം നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജാണ്. അടുത്തൊക്കെ നല്ല സ്റ്റാൻഡേർഡ് വീടുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഏരിയയാണ് കേട്ടോ. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത നല്ല ഏരിയ. എന്നാൽ നല്ല കിണർ വെള്ളമാണ് ഇവിടെ കിട്ടണത്. നല്ല നൈസായിട്ട് നല്ല മോഡേൺ ആയിട്ടുള്ള വീടാണ് കേട്ടോ. നമുക്ക് 1-2 കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടോ മൂന്നോ കാർ പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് ഇടുന്നു. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് ഇറക്കണം കേട്ടോ. ഡൈനിങ് ലീവിങ് സെപ്പറേറ്റ് ഉണ്ട്. നല്ല സീലിയൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടുള്ള നല്ല അടിപൊളി വീടാണ്. നല്ലൊരു വാഷ് ബേസിൻ. ഇവിടെ നല്ലൊരു ഡൈനിങ് ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നല്ലൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ടോട്ടൽ 3 ബെഡ്റൂം വരുന്നത്. നമുക്ക് കബോർഡ് വർക്ക് ചെയ്യാനുണ്ട്. അത് ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്ത് തീർക്കും. നമുക്ക് ഇവിടെ കബോർഡ് അത് ചെയ്ത് തീർക്കും. അതേപോലെ തന്നെ ബാത്റൂംസിൻ്റെ എല്ലാ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഇതിൽ വരാനുള്ളത് കബോർഡ് വർക്ക് മാത്രമേ നമുക്ക് ബാലൻസ് വരാനുള്ളത് കേട്ടോ. ഇനി സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമുക്ക് കിടക്കണം. സെക്കൻഡ് ബെഡ്റൂം ഇതുപോലെ അങ്ങനെ ഫാനും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ല ഇതിനും കബോർഡ് വർക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്തു തരും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ചെയ്തു തരും. ബാത്റൂംസിൻ്റെ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഇനി വീണ്ടും നമ്മൾ ഹാളിലേക്കാണ് വന്നു. ഡൈനിങ്ങിലേക്ക് വന്നു. ഡൈനിങ്ങിൽ നിന്ന് വീണ്ടും അടുത്ത ബെഡ്റൂമിലേക്ക് വന്നു. ഇത് 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ നമുക്ക് 2 ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ഉള്ളത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് കിടക്കണം. അപ്പോൾ 3ാമത്തെ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ആക്കണേ കേട്ടോ. നമുക്ക് അപ്പുറത്തെ നമുക്കൊരു കോമൺ ബാത്റൂം ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച്ഡ് ആക്കാം. ഇവിടെ ഇത് കിച്ചണാണ്. കിച്ചൻ്റെ കബോർഡ് വർക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ ആകെ നമുക്ക് വീടിന് ബാക്കിയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ കബോർഡ് വർക്കുകളാണ്. ഇപ്പം നിങ്ങൾ താല്പര്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കബോർഡ് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കബോർഡുകളായിരിക്കും. പിന്നെ വാളെന്നൊക്കെ പറഞ്ഞാൽ കണ്ടില്ലേ, നല്ല സൂപ്പർ ടൈൽ, അടിപൊളി കിച്ചൺ വാളൊക്കെ അടിപൊളിയാട്ടോ. ഒരു കോംപ്രമൈസ് ഇല്ല അതിനകത്ത്. അടിപൊളി കിച്ചൺ വാളും കാര്യങ്ങളും. അതേപോലെ തന്നെ ഇത് സെക്കൻഡ് കിച്ചണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കബോർഡ് ഇവിടെ ഉണ്ട്, കബോർഡ് വർക്ക്. ഇനി ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഈ കോമൺ ബാത്റൂമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്, ഷെൽഫ് പോലെയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയയിൽ ഇത് ഇവിടെ ബാക്കിൽ സ്പേസ് ഉണ്ട്. നല്ല കിണറുണ്ട്, ഓപ്പൺ കിണർ, അടിപൊളി കിണർ, ഒരിക്കലും വെള്ളം പറ്റില്ല. ഇവിടെ നമുക്ക് ഷീറ്റൊക്കെ ഇട്ട് വേണമെങ്കിൽ ഗ്രില്ലൊക്കെ ഇട്ടിടുന്ന അടിപൊളിയാട്ടോ. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1100 അടുത്താണ് വരുന്നത്. 1200 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. സെൻറ്റ് 5 സെൻറ്റ് 350 ലിങ്സിൻ്റെ അടുത്ത് വരുന്നുണ്ട്. 350. ഓക്കെ. പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്
44 ലക്ഷം ഉണ്ട് കേട്ടോ. പാർട്ടി ഉദ്ദേശിക്കുന്ന പ്രൈസ് 44 ലക്ഷം. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ജസ്റ്റ് ഒരു 1.5-2 കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, എന്നാലും നമ്മുടെ അടുത്ത വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. പിന്നെ താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ 44 ലക്ഷത്തിന് ഇതുപോലെ നല്ലൊരു വീട് കുറവാണ്. എന്നിരുന്നാലും നോക്കാം. കണ്ടില്ലേ, നല്ല മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ ഈ പ്ലോട്ടിൽ ഇപ്പോൾ വീട് തന്നെ വരും. അതിൻ്റെ അവർ വേറെ പാർട്ടി മേടിച്ചിരുന്നു. ബാക്കിയൊക്കെ ഫില്ലായി ഓപ്പണായി. ഫ്രണ്ടിലൊക്കെ നല്ല നല്ല വീടുകളുണ്ട്. ഓക്കെ, താങ്ക് യു.